ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ അതാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ? ചെറിയൊരു ഈറ്റിംഗ് ചാലഞ്ചാണ് കേട്ടോ. ഈറ്റിംഗ് ചാലഞ്ചിന് ഞങ്ങൾ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത്? ഞങ്ങളുടെ വെറൈറ്റി ഐറ്റംസ് ആണ്. ഉപ്പ്, പഞ്ചസാര, ഇത് ഉരുളക്കിഴങ്ങ് വറുത്തതാണ്. അതുപോലെ തന്നെ അതേ സൺഡേ ആണ്, അപ്പോൾ അതുകൊണ്ട് ചിക്കൻ വറുത്തതുണ്ടായിരുന്നു. ചിക്കൻ വറുത്ത്, പിന്നെ ഇതാ ഒരു പാക്കറ്റ് ലേസ്, ഓറിയോ ബിസ്ക്കറ്റ്, കടല മിഠായി, തക്കാളി, ക്യാരറ്റ്, മുറുക്ക്. ഇതൊക്കെയാണ് നമ്മുടെ ഈറ്റിംഗ് ചാലഞ്ചിലുള്ളത്. നിങ്ങൾക്കിപ്പോൾ അത് നിലത്ത് വെക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് വെക്കാനുള്ളൊരു സെറ്റിങ്സ് ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ കാട്ടിത്തരാം. ഇതൊക്കെയാണ് കേട്ടോ സാധനങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് ചാലഞ്ച് തുടങ്ങിയാലും. അപ്പോൾ ചാലഞ്ചിന് മുമ്പായിട്ട് ഞാനിതാ ഇതിലത്തെ സാധനങ്ങൾ ഫുള്ള് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഓരോന്നും എടുക്കും. ഞാൻ എടുക്കുന്നത് സനു ആണ് കഴിക്കേണ്ടത്, സനു എടുക്കുന്നത് ഞാനും, അങ്ങനെയാണ് കഴിക്കേണ്ടത്. പിന്നെ ഇതാ ഒരു ചെറിയ ടാസ്ക് ഉണ്ട്. ടാസ്ക് എന്ന് പറഞ്ഞാൽ ആരാണ് കഴിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആൾ. ഇപ്പോൾ ജസ്റ്റ് ഉരുളക്കിഴങ്ങാന്ന് വിചാരിക്കുക. അപ്പോൾ ഊ വെച്ചിട്ട് എന്തെങ്കിലും ഒരു വാക്ക്, ഒരു 5 വാക്ക്, 5 വേണ്ട 3. അപ്പോൾ സനു ആയ കാരണം ചിലപ്പോൾ അറിയണമെന്നില്ല. അപ്പം അതുകൊണ്ട് ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യാമല്ലേ. അപ്പോൾ എന്തായാലും ഒരു 3 വാക്ക്, അത് എന്തായാലും കുഴപ്പമില്ല. നമ്മൾ എന്താണ് കഴിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ ഒരു 3 വാക്ക് പറയുക. അതാണ് കേട്ടോ ടാസ്ക് ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് തുടങ്ങല്ലേ? അപ്പോൾ അതാ ആദ്യം സാധനം കൊടുത്തോ, ഞാൻ തുടങ്ങാം, ഞാൻ കഴിക്കാം. എനിക്കിതേ ബിസ്ക്കറ്റാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് സനു ആണ് കഴിക്കേണ്ടത്. ഈ ബിസ്ക്കറ്റാണ് കേട്ടോ. അപ്പോൾ അതാ സനുവിന് ബിസ്ക്കറ്റ് കൊടുക്കാം. ലേസല്ലേ ബിസ്ക്കറ്റ് അതിന് കിട്ടി. അപ്പോൾ അതാ കഴിക്കുന്നത് കുഞ്ഞ്. അപ്പോൾ അതാ ബിസ്ക്കറ്റാണ് കേട്ടോ. സനുവിന് എന്തായാലും ഫസ്റ്റ് തന്നെ ലക്കുണ്ട്. നല്ല ഓറിയോ ബിസ്ക്കറ്റാണ്. അപ്പോൾ കൊണ്ട് സെറ്റമ്മ. അപ്പോൾ അതാ ബിസ്ക്കറ്റ് ബാ വെച്ചിട്ടല്ലേ. ബക്കറ്റ്, ബെഞ്ച്, ബോർഡ്, 3 ഇത് കഴിച്ച എന്തോ ലക്കിന് കിട്ടിയതുപോലെ പച്ചമുളകൊക്കെ ആയിരുന്നല്ലേ വെക്കേണ്ടത്. പിന്നെ അതല്ല അവൾ തിന്നണ ടൈം കൊണ്ട് എനിക്കത് പറയാൻ പറ്റിയില്ല വെച്ചാൽ അത് ഫെയിൽഡ് ആയിട്ട് തോറ്റു നടത്താം. സനിക്കുട്ടി പറയുമെന്ന് വെക്കാലോ. നീ കുട്ടി നടക്കെടുക്ക്. എനിക്ക് ചിക്കൻ കിട്ടിയാൽ മതിയായിരുന്നല്ലോ പിന്നെ, അല്ലേ? ചിക്കൻ കിട്ടിയാൽ പോലെ എനിക്ക് ഇതിരിഞ്ഞ് കുട്ടിയെടുക്ക്. കുട്ടിയെടുക്ക് ഇത് എഴുതിയതല്ലേ. എടുക്കുന്ന ഇതൊന്നും എടുക്ക്. ഇത് വായിക്കാറിയില്ലല്ലോ. അപ്പോൾ അതാ ഉപ്പാണ് കേട്ടേക്ക് കിട്ടിയിട്ടുള്ളത്. ഇതേ ഉപ്പ് എന്തായാലും കഴിക്കാം. ഞാൻ സനു പറഞ്ഞിട്ടാണ് കേട്ടോ ഉപ്പ് വെച്ചത്. ഉപ്പ് കഴിക്കാൻ എനിക്ക് തീരെ ഇഷ്ടമില്ല. ഇതൊരു ഉപ്പ് കഴിക്കാം അല്ലേ. കുറച്ച് കഴിച്ചാൽ അല്ല. സനു എന്തായാലും ഊ വെച്ചിട്ട് പറയും, വാക്കോള് പറയും. വേറെ എന്തെങ്കിലും പറയും. 3 പറയും, 2 കൂടി പറയും. പൂ വെച്ചിട്ട് വേറെ എന്തൊക്കെ? പൂ വെച്ചിട്ട് നമ്മൾ ആടണ സാധനം ഇല്ലേ? പിന്നെ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോ എന്താ ഇടാല് പച്ചരിയുടെ കൂടെ? കുട്ടിക്ക് പഠിക്കാനുള്ള ബുക്കില് ഊ വെച്ചിട്ടില്ലേ? എന്താ അത് പറഞ്ഞില്ലെങ്കിൽ തോൽക്കൂട്ടാ. പൂ പച്ചരിയുടെ കൂടെ എന്താ ഇടുക? എന്താ നമ്മൾ സേമിയ കൊണ്ട് ഉണ്ടാക്കി കഴിക്കാനാ?
സേമിയം കൊണ്ട് എന്താ ഉണ്ടാക്കി കഴിക്കുക? നേരെ സേമിയം കൊണ്ട് എന്താ ഉണ്ടാക്കി കഴിക്കാന്? സേമിയ ഇന്ന് തോറ്റു പറയട്ടെ. റവയും കൊണ്ടൊക്കെ എന്താ ഉണ്ടാക്കി കഴിക്കാന് കുട്ടി? അറിയേ? ആ, ഉപ്പേരി. എനിക്ക് തട്ടിക്കൂട്ടി 3 പറഞ്ഞിരിക്കണു. അപ്പം ഇനി ഞാനല്ലേ എടുക്കണ്ടേ? ഉപ്പ് തന്നിട്ട് അതാ നമ്മുടെ സനുവിന് അറിഞ്ഞ് കിട്ടണ്ടാ തോന്നുന്നു. മഞ്ച് അതിലെവിടെ മഞ്ച്? ഇതാ മഞ്ച് കഴിച്ചോ. അപ്പം മാ വെച്ചിട്ട് മിഠായി വെച്ചിട്ടൊന്നും ഇപ്പം കിട്ടണില്ലല്ലോ. മലപ്പുറം മാങ്ങ 3. എന്തല്ലേ സനുവിനെ ഫോൺ അടിച്ച് വീഡിയോ എന്നുള്ള പേരില് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തന്നെയല്ലേ കിട്ടുന്നത്. തന്നെയോ ഇനി അടുത്തതിൽ ക്യാരറ്റ് കിട്ടട്ടെ അല്ലേ വന്നാ? അല്ലേ ക്യാരറ്റ് കിട്ടട്ടെ. വേഗം കഴിക്കേ. ആ ഉള്ളംകിഴങ്ങ് കിട്ടിയല്ലേ. ഇനി ഇതാ അടുത്തിട്ട് നമ്മുടെ സനു ആണ് എടുക്കേണ്ടത്. എനിക്കെന്താ ഇങ്ങനത്തെ മാത്രം കിട്ടണേ? കണ്ടോ തക്കാളി താ വെച്ചിട്ട് 3 വാക്ക് പറഞ്ഞോ. തക്കാളി പറ. താ വെച്ചിട്ട് പറ. താ വെച്ചിട്ട് ഒന്നും അറിയില്ല പറഞ്ഞ നാണം കൊടുത്തിട്ടോ. താ വെച്ചിട്ട് പറ പന്ന. അയ്യ എത്ര സാധനങ്ങളുണ്ട് കുഞ്ഞ താ വെച്ചിട്ട്. വേണോ? ഞാനിത് വെക്കുമ്പോഴത്തേന് സാധനം പറഞ്ഞിട്ടുണ്ടാവും തക്കാളി ഞാൻ കഴിക്കില്ലാന്ന് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഞാൻ എന്താ എടുക്കണ്ടേ? എനിക്കില്ല ഓക്കെയാണ്. എനിക്ക് ക്യാരറ്റ് ഉണ്ട്. സനുവിന് കിട്ടിയിരിക്കുന്നത് ചില്ലി. ചിക്കനാണ് കേട്ടോ. അപ്പം അതാ ചിക്കൻ കഴിച്ചു. പച്ച വെച്ചിട്ട് ചിക്കൻ ചാന്ത് മൂവി നെയിം ചാന്ത് പൊട്ട്. ചുണ്ട്. പെട്ടെന്ന് നമുക്ക് അങ്ങനെ പറയുമ്പോൾ കിട്ടുന്നില്ല. കഴിച്ചോ. നീ എന്തായാലും സാധനം എടുക്കണം. അത് നീ എടുക്കണത് അങ്ങനത്തെ നോക്കി എടുത്തിട്ടല്ലേ. തക്കാളി അങ്ങനത്തെ ഒക്കെ പച്ചമുളക് വയ്ക്കാനൊരു ഭാഗ്യം. പച്ചമുളക് കിട്ടിയാനാണെങ്കിൽ എനിക്ക് ലേസ് എന്തായാലും നന്നായി. വെച്ചപ്പോ അത് പറയാം. വെച്ചിട്ട്
ഓടി പറ. അപ്പം സനു ലാ വെച്ചിട്ട് 2 എണ്ണമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ലാ വെച്ചിട്ട് ഇക്കും സത്യം പറഞ്ഞാൽ അങ്ങനെ പറയാനൊന്നും കിട്ടില്ല. അപ്പം ഇനി എടുക്കേണ്ടത് ഞാനാണ് സനുവിന് വേണ്ടിയിട്ട്. ക്യാരറ്റ് പറഞ്ഞത് അവിടെ പോയി നീങ്ങിയിരിക്കുക വേണ്ടാത്രേ. കുഞ്ഞൊരു ഭക്ഷണം കഴിക്കുക, കുഞ്ഞൊരു ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ തോറ്റു നടത്താം. കുഞ്ഞൊരു ഭക്ഷണം കഴിക്കും. ഞാൻ ഉണ്ണി വരുന്നുണ്ട്. ബായാ കുഞ്ഞാറ്റിക്ക് നമുക്ക് ടാസ്ക് കൊടുത്താലോ? ബാ 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 ഇവിടെ വന്നിരിക്കും, ഇവിടെ ഇരിക്കും. അമ്മ തരാം. അതാ കുഞ്ഞാറ്റിക്ക് ഞാൻ കയറ്റി കൊടുക്കാം. കയറ്റി കുഞ്ഞാറ്റിക്ക് കൊടുക്കാം. ഇതാ കുഞ്ഞാറ്റ കയറ്റി കഴിച്ചോ കുട്ടി. ചേച്ചി പെണ്ണ് തോറ്റു അല്ലേ? കയറ്റി കഴിച്ചില്ല. എവിടെ നോട്ട് കഴിച്ചു കേട്ടോ. കാ വെച്ചിട്ടല്ലേ അപ്പൊ പറയണ്ടേ? കാത്, കമ്മൽ, കുക്കുംബർ. സനു കുറച്ചെങ്കിലും കഴിച്ചിട്ടോ, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഇനിയിപ്പോ സനു ആണ് എടുക്കേണ്ടത്. കുഞ്ഞാറ്റ ഇതാ വന്നു ആകെ അലമ്പാക്കാൻ നിൽക്കുകയാണ്. അപ്പൊ ഇതാ സനു എടുത്തപ്പോ എനിക്ക് ഇതാ പഞ്ചസാര ഉണ്ട് കിട്ടിയത്. അപ്പൊ ഞാൻ എന്തായാലും പഞ്ചസാര വേഗം കഴിക്കട്ടെ. ഇനി എന്തായാലും വേഗം ആക്കാണെങ്കിൽ ഇപ്പൊ അവള് കുഞ്ഞാറ്റ ഇതാ കണ്ടില്ലേ, പകുതിയൊക്കെ എടുത്ത് തിന്നുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ പഞ്ചസാര കഴിക്കാം. പാവച്ചിട്ട് പറയും പഞ്ചസാര ഓക്കെ. ഇതാ പകുതിയൊക്കെ പൊടിച്ച് തീറ്റ തുടങ്ങിയിട്ടാ. ഇനി ആരും എടുക്കണ്ടേ? അതിന് ഞാനെടുക്കും. ഞാനല്ല ഇപ്പൊ സനുവിന. ഇനി ഞാനാണിട്ട് എടുക്കേണ്ടത് സനുവിനുള്ളത്. ഇതാ മുറുക്കാണ്. മുറുക്ക് കഴിച്ചോ. ഇവിടെ ഒരാൾ മിഠായിയൊക്കെ പകുതി ആക്കിയിട്ട് പൊക്കി കാണിച്ചു കൊടുത്ത കുഞ്ഞാ. അപ്പോൾ മാ വെച്ചിട്ടല്ലേ ഞാനല്ലേ പറയണ്ടേ? മാങ്ങ, മോതിരം, മന. ഇനി നമുക്ക് ഇനി ഇതാകെ അവശേഷിക്കുന്നത് ഇതാ ഫോണൊക്കെ ഇപ്പോൾ വീഴുമ്പോൾ എന്നാ ഇനി ആകെ ഇതാ പൊട്ടറ്റോ ഫ്രൈയും കടല മിഠായിയാണ് കേട്ടോ. ഇതിലേതാ നമുക്ക് കിട്ടുക നോക്കാം. ഇനി ഇതാ നമ്മുടെ സനുവാണ് എടുക്കേണ്ടത്. ഇതിൽ ഏത് കിട്ടിയാലും കുഴപ്പമില്ല. സനു എടുക്കാം. നമുക്ക് വായിക്കാറില്ല. ഒന്ന് വായിച്ചാ സനു എടുത്ത ഞാനല്ലേ. ഇപ്പൊ ഇതാ എനിക്ക് കടല മിഠായി. അതാ ലാസ്റ്റത്തെ ഒരെണ്ണം ഉള്ളത്. അപ്പൊ സനുവിന് പൊട്ടറ്റോ ഫ്രൈ. അപ്പൊ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ഇതാ കഴിക്കാം. അപ്പൊ ഇതാ ഞാൻ കടല മിഠായി തിന്നാണ്. കാണിച്ചിട്ട് പറയും കടല മിഠായി. കാണിച്ചിട്ട് എത്ര സാധനങ്ങളുണ്ട്? കോഴി, താറാവ്. ഓക്കെ. ഇനി എന്തായാലും ലാസ്റ്റത്തെ പിന്നെ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ സനുവിന് തന്നെയാണ് പകുതി ആക്കിയിട്ടോ കുഞ്ഞാറ്റ. അപ്പൊ ഇതാ സനുവിന് തന്നെയാണ്. അപ്പൊ സനുവിന് ഇതാ പൊട്ടറ്റോ ഫ്രൈ. സനു കുട്ടി കഴിച്ചോ? അതാ കഴിഞ്ഞു. അമ്പൂ. അപ്പൊ ഞാനെന്താ ഉരുളക്കിഴങ്ങ് ഉമി ഉറി ഊഞ്ഞാൽ. അപ്പോൾ നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ അല്ല ഉദ്ദേശിച്ചത്. ഇത് ശരിക്കൊരു ബ്ലൂപ്പർ വീഡിയോ തന്നെ ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ കുഞ്ഞാറ്റ വന്നിട്ട് ആകെ അലങ്കോലാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനും സനു ഒന്നും കൂടി നന്നായിട്ട് ആക്റ്റീവായിട്ട് പറയുന്നതാണ് വിചാരിച്ച്. പക്ഷെ അവൾ ഉഷാറില്ലാണ്ട് എന്താ പറയുക, കഴിക്കാൻ മാത്രം ഇരിക്കുന്നുണ്ട്. ഞാൻ ചീത്തയൊക്കെ പറഞ്ഞു, കഴിക്കാൻ മാത്രമായിട്ട് ഇരിക്കല്ലേ, എന്തായാലും ഒന്ന് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും സനുവിനെ കറക്റ്റ് കിട്ടേണ്ടത് തന്നെ കിട്ടിയിട്ടില്ല. അതിലൊന്ന് മാത്രം ക്യാരറ്റ് മാത്രമാണ് തോന്നുന്നു ഒന്ന് അവൾക്ക് പറ്റാത്തതുണ്ടായിട്ടുള്ളൂ. ബാക്കിയൊക്കെ അവൾക്ക് ഇഷ്ടമുള്ളതാണ്. എന്താ പറയുക, സനു സത്യം പറഞ്ഞാൽ നമുക്ക് എതിരെയുള്ള ഒരു എതിരാളിയല്ല. അവൾ ചെറിയ കുട്ടിയല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കടലമിഠായി, ലേസ്, മഞ്ചൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
എന്താ കുഞ്ഞ പറയല്ലേ? ഇഷ്ടായോ? കാര്യങ്ങൾ എന്ത് കാര്യങ്ങൾ ഇഷ്ടായോ? ഒക്കെ എനിക്ക് പറ്റുന്നത് കിട്ടിയില്ലേ കറക്റ്റായിട്ട്? നമുക്ക് പച്ചമുളക് വെച്ചിട്ട് ഇനി ഒരു ചലഞ്ച് ചെയ്യണ്ടേ? കഴിക്കുമോ? ഞാൻ കഴിക്കേണ്ടി വരില്ലേ? കഴിക്കില്ലല്ലോ. ഇഷ്ടായോ ശരിക്കും? സത്യം പറഞ്ഞതിൽ ആര് ജയിച്ചേ? അമ്മല്ലേ ജയിച്ച്? പിന്നെ ക്യാരറ്റ് തിന്നില്ല, അതുപോലെ നേരെ കറക്റ്റായിട്ട് വാക്കുകൾ പറഞ്ഞില്ല. അപ്പം ആരാ ജയിച്ചേ? സനു അല്ലേ ജയിച്ചേ? അപ്പം ഇനി ഇതുപോലെ നമുക്ക് ചെയ്യണ്ടേ? ഇനി നല്ല വീഡിയോ ആയിട്ട് വരാമെന്ന് പറഞ്ഞാ നല്ല വീഡിയോ ആയിട്ട് വരാം. അപ്പം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ. എന്താ പറയുക, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയേ വീഡിയോക്ക് വരാം. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഫോണിക്ക് വരാം. എന്തൊക്കെ പെണ്ണ് പറയണേ? ഞങ്ങളിതാ ഇന്ന് മുല്ലപ്പൊക്കെ ചൂടി സുന്ദരി പെണ്ണായിട്ട് നിൽക്കണത് എന്താ പറയുക, ഒന്നുമല്ല, ഇന്നിപ്പോൾ സൺഡേ അല്ലേ. അപ്പോൾ ഇവിടെ അമ്മമ്മ വരുമ്പോൾ മുല്ലപ്പൂ മുല്ലപ്പൂ ചൂടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മുല്ലപ്പൂ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതിപ്പോൾ നാളേക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ വെച്ചിട്ട് നാളെ സ്കൂളിലേക്ക് പോകുമ്പോൾ അത് വെക്കാൻ പറ്റില്ല, ഒന്ന് ചെറുതായിട്ട് വാടും അത് നാളേക്ക് എന്തെങ്കിലും. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ. ബായ്.